ഇന്ത്യൻ പാർലമെൻറ്റിൽ, അതായത് 18ാം ലോക്സഭയിൽ അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പ്രസംഗം, അതിനോടനുബന്ധിച്ച് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് രണ്ട് രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാം. ആദ്യം മറ്റുള്ളവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് അവസാനം പ്രസംഗിക്കാം, അല്ലെങ്കിൽ നേരത്തെ പ്രസംഗിക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തെപ്പറ്റി കേരളത്തിലുള്ള മീഡിയ ചെയ്ത റിപ്പോർട്ടാണ് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എല്ലാവരുടെയും പ്രസംഗം കഴിയിട്ട് അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി മറുപടി കൊടുക്കട്ടെ ലോക്സഭയിലെ രാജ്യസഭയിലും. അപ്പം അതിനുശേഷം എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് രേഖപ്പെടുത്തുക, അതിന് പേരിലാണ് വെയിറ്റ് ചെയ്തത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇപ്പോൾ BJPക്ക് 400 എന്ന് പറഞ്ഞിരുന്ന സീറ്റ് കുറഞ്ഞ് കഴിഞ്ഞ 17ാം ലോക്സഭയിൽ നിന്നും, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും സീറ്റ് കുറഞ്ഞു 300-ന് താഴെയായി സീറ്റുകൾ. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പുറകിൽ ചില കാരണങ്ങൾ കാണും. അതിൻ്റെ പേരിലാണ് സീറ്റുകൾ കുറഞ്ഞത്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് മോദി ഗവൺമെൻറ്റിനെ ശരിക്കും പ്രതിക്കൂട്ടിലാക്കാമായിരുന്ന രാഹുൽ ഗാന്ധിക്ക്, അത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അപ്പോൾ അതിനകത്ത് ഗാലറിയിലുള്ളവർക്ക് അവർ കൈയടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടിയ ഒരു പ്രസംഗം ഞാൻ ആവറേജ് ആയിട്ടേ കൂട്ടുകയുള്ളൂ. അത് എബോ ആവറേജും അല്ല, എന്നാൽ അത് ചില സന്ദർഭങ്ങളിൽ ബിലോ ആവറേജും കൂടെയാണ്. അപ്പം ആ രീതിയിലാണ് ഈ പ്രസംഗത്തെ ഞാൻ കാണുന്നത്. പിന്നെ ഗാലറിയിൽ ഇരിക്കുന്നവർക്ക്, അത് വായിക്കുന്നവർക്ക്, ഇത് കേൾക്കുന്നവർക്കും ഒക്കെ കൈയടിക്കാൻ സാധിക്കും. കാരണം പ്രതിപക്ഷത്തിന് ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേപോലെ ഒന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ അവർ ആ രീതിയിൽ അതിനെ കാണും. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പുറത്തും ഇപ്പുറത്തും പറയുക, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറും രാജ്യസഭയുടെ വൈസ് ചെയർമാനും ഇങ്ങനെ പല ആൾക്കാരുണ്ട്, സുഹൃത്തുക്കളായിട്ടുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ലോക്സഭയിൽ. ഇതിൽ ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല, അതായത് കോൺഗ്രസ്സുകാരനാണെങ്കിലും കോൺഗ്രസിൻ്റെ നോമിനേറ്റഡ് ആണെങ്കിലും BJPക്കാരാണെങ്കിലും ഇവരൊന്നും തന്നെ, അതായത് പല ആവർത്തി പാർലമെൻറ്റിൻ്റെ നിയമസഭയുടെ എംപാനൽ ചെയ്യുന്ന ചെയറിലിരിക്കുന്നവർ കൺട്രോൾ ചെയ്ത് ഇവരോടൊക്കെ ചോദിച്ചു. ഇവരൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ മെച്യൂരിറ്റി പ്രസംഗത്തിലുണ്ടായില്ല. കാരണം രണ്ട് കൂട്ടർ അന്യോന്യം റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് പാർലമെൻറ്റിൽ ഇന്ന് വരെ ഉള്ള ഒരു സംസ്കാരം. ആ രീതിയിലാണ് ഇത് പോകേണ്ടത്. പക്ഷെ പ്രധാനപ്പെട്ട പല പോയിന്റുകളും രാഹുൽ ഗാന്ധിക്ക്, അതായത് ലീഡർ ഓഫ് ഒപ്പോസിഷന് കാര്യമായ രീതിയിൽ തെറ്റിപ്പോയി. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഹിന്ദു എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന മെജോറിറ്റി ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, ഹിന്ദു ബിലീവേഴ്സാണ്. ഹിന്ദു മതം എന്ന് പറയുന്ന സംഭവമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ്, അതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഇപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവനും ജനറലൈസ് ചെയ്തിട്ട് ഇവരെല്ലാം ഹെയ്റ്റ് മോങ്കേഴ്സ് ആണ്, ഇവരെല്ലാം അക്രമകാരികളാണെന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറഞ്ഞു. അത് കാണിച്ചതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. കാരണം അതിനെ തൂക്കിപ്പിടിച്ചായി പിന്നീടുള്ള സംസാരം മുഴുവൻ അത് യഥാർത്ഥ ടോപ്പിക്ക്, ഇപ്പൊ പാർലമെന്റിൽ പറയേണ്ട യഥാർത്ഥ ടോപ്പിക്കിൽ നിന്നും മാറി ആ വിഷയത്തിലോട്ട് കൂടുതൽ ആൾക്കാർ പറയുവാൻ ഇടയുണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെന്റിനെ ശരിക്കും പ്രതിക്കൂട്ടിലാക്കി മണിപ്പൂർ വിഷയം. നിങ്ങൾ മണിപ്പൂരിലെ മെയ്തി വിഭാഗക്കാരനായ, അതായത് കേരളത്തിലെ ക്രൈസ്തവരും കേൾക്കേണ്ട പ്രസംഗമാണ് ആ ക്ലിപ്പ് എന്ന് പറയുന്നത്. മെയ്തി വിഭാഗക്കാരൻ നേരത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റഡ് പ്രൊഫസർ, അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടോ. അദ്ദേഹത്തിന്റെ വലത് കൈ നെഞ്ചത്ത് വെച്ച് അദ്ദേഹം ഇടത് കൈ കൊണ്ട് പറയുകയാണ്, മണിപ്പൂരിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരൂ. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് 60,000 ആളുകൾക്ക് അവിടെ താമസിക്കാൻ വീടുകളില്ല, ക്യാമ്പുകളിലാണ്. അപ്പം മണിപ്പൂർ വിഷയത്തിലും ഉറപ്പായിട്ടും കേന്ദ്ര ഗവൺമെന്റ് പെട്ടുപോയി. മണിപ്പൂർ വിഷയം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും സൈലന്റ് ആണ്. ഇന്നാണ് പ്രധാനമന്ത്രി അതിനെപ്പറ്റി ഒരു വാക്ക് രാജ്യസഭയിൽ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, അത്ര സീരിയസ് ആണ് ഇഷ്യൂ. ഇന്നും അത് റിസോർട്ട് ചെയ്യാൻ, അതായത് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല.
കാരണം അവിടെ ഇപ്പൊ ഞാൻ ആദ്യം മുതൽ പറയുന്ന പോയിന്റാണ്, മണിപ്പൂർ എന്ന് പറയുന്ന വർഗീയ ലഹളയല്ല, അത് വംശീയതയാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അവിടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒന്ന് യൂണിയൻ ടെറിട്ടറി, ഒന്ന് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ, അല്ലാതെ ഈ സംഭവം പോവുകയില്ല. ആ രീതിയിലോട്ടാണ് അത് വഷളായി പോകുന്നത്. ആ MP പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് അവിടെ ഓരോ ഇഞ്ചിനും സെക്യൂരിറ്റി ഫോഴ്സാണ്, എന്നിട്ട് പോലും അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പോയിന്റ്. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നാണ് പറഞ്ഞത്. അത് ഹൃദയം തുറന്നൊരു വിഷയത്തെ പറ്റി പറയുന്നതും, ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ പല വിഷയങ്ങൾ പറഞ്ഞു, അതിനകത്ത് അത് ഹൃദയപരമായിട്ട്, അതായത് ഓണസ്റ്റായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന രീതിയിലുള്ള പറച്ചിൽ ഒറ്റ ഒരു ടോപ്പിക്കിൽ പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. അയാൾക്കെതിരെ, രാഹുലിനെതിരെ 20ഓളം കേസുകൾ എടുത്തു, വീടെടുത്തു. ഇതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതാണ് പുള്ളി ഹൃദയം തുറന്ന് പറയാൻ ശ്രമിക്കുക. അതല്ല ഇന്ത്യയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യങ്ങളാണ് ഹൃദയം തുറന്ന് പറയുക. ഇപ്പം പ്രൈസ് റൈസ്, അതായത് സാധനങ്ങളുടെ വില കൂടുക, അതേപോലെ കർഷകരുടെ ഇഷ്യൂ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒറ്റ പോയിന്റ്, ബ്ലണ്ടർ പോയിന്റ് അല്ലേ, MSP നിന്ന് പിന്നീട് മാറ്റി പറഞ്ഞു. അതായത് MSP എന്ന് മുതലോട്ട് നിർത്തിയിട്ടൊന്നുമില്ല, ഇതാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത്. പിന്നെ അഗ്നിവീറിന്റെ വീണ്ടും പറഞ്ഞു ബ്ലണ്ടർ, അഗ്നിവീറിന്റെ അകത്ത് കോമ്പൻസേഷൻ ഇല്ല. അവിടെ തന്നെ രാജ്നാഥ് സിംഗ് എണ്ണിച്ച് പറയുന്ന കോമ്പൻസേഷൻ ഉണ്ട്, 1 കോടി രൂപ വെച്ച് കൊടുക്കാറുണ്ട്, അതോടെ അതും വിഡ്രോ ചെയ്യേണ്ടി. ഇതൊക്കെയാണ് ബ്ലണ്ടർ. അതായത് ഞാനീ പറയുന്ന ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന പണ്ട് നേരത്തെ റഫേൽ കരാറിൽ 1500 കോടിയാണ് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന് കൊടുക്കും ബ്ലണ്ടർ പറഞ്ഞ് പാർലമെന്റിൽ. പിന്നീട് ആ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ എടുത്ത് മുമ്പോട്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അന്ന് ബ്ലണ്ടർ മനസ്സിലായി. ഇപ്പൊ ബേസിക്കലി രാഹുൽ ഗാന്ധി ഇത് പ്രോപ്പറായിട്ട് ഡാറ്റ വെച്ച്, നിങ്ങൾ മനസ്സിലാക്കണം, പുള്ളിക്ക് ഈ സംവിധാനം എല്ലാം ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിച്ചാണ് ഓരോന്ന് പറയേണ്ടത്. അപ്പൊ ഗവൺമെന്റിനെ ശരിക്കും ടാർഗറ്റ് ചെയ്യാവുന്നൊരു പോയിന്റാണ് ഫാർമേഴ്സ് ഇഷ്യൂ. അതിനകത്ത് അവർ ടെററിസ്റ്റാന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ശരത് പവാറിന്റെ പാർട്ടിയിലുള്ള ഒരാള്, എനിക്കൊന്ന് വളരെ സീനിയർ, വളരെ ജൂനിയർ ആയിട്ടുള്ള പുള്ളി ഒരു കാര്യം പറഞ്ഞു പാർലമെന്റിൽ. കാരണം ഒരു ടച്ചിങ് ആണ് ആ സംഭവം. 1 ലിറ്റർ വെള്ളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ, എനിക്ക് ബിസ്ലറി എന്ന് പറഞ്ഞ വെള്ളത്തിന്റെ വില അറിയാം, 20 രൂപയാണ്. 1 ലിറ്റർ പാലിന് കർഷകന് കിട്ടുന്ന 30 രൂപ. ഈ പശുവിനാണെങ്കിലും ഈ എരുമയ്ക്കാണെങ്കിൽ പാലും തീറ്റിയും എല്ലാം കൊടുക്കുന്ന കർഷകന്, ഇത്രയും ചെലവ് ചെയ്യുന്ന കർഷകന് കിട്ടുന്ന 30 രൂപ. 1 ലിറ്റർ വെള്ളം, പച്ചവെള്ളം വിൽക്കുന്നവനും 20 രൂപ കിട്ടും. അപ്പം ഇത് സീരിയസ് ഇഷ്യൂ ആണ്. അത് കർഷകരുടെ ഡിസ്ട്രസ്, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പൊ അതിന്റെ പേരിലാണ് BJPക്ക് പലയിടത്തും, മഹാരാഷ്ട്ര ആണെങ്കിലും UP ആണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലും അവർക്ക് വോട്ട് നഷ്ടമായത്, സീറ്റ് നഷ്ടമായത്. ഇപ്പൊ ഈ ഇഷ്യൂ, കർഷകരുടെ ഇഷ്യൂ മേജർ ഫോക്കസ് ആയിട്ട് പറഞ്ഞത് ഗവൺമെന്റ് വീണ്ടും വെട്ടിലായി പോയേനെ. അതേപോലെ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ, പുതിയ ആൾക്കാർ പഠിച്ചിട്ട് ഇറങ്ങുന്നവർക്ക് അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതായത് BTechും അതും എല്ലാം കഴിഞ്ഞവർക്ക് കിട്ടുന്നില്ല. ഇത് ഗവൺമെന്റിനെ പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ടാർഗറ്റ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയുന്ന സംഭവമാണ്. അമേരിക്കയിൽ പോയി പറയുന്നു, അവിടെയുള്ള ഇന്ത്യക്കാരോട് പറയുന്നു നിങ്ങൾ തിരിച്ചു വരാൻ, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഗവൺമെന്റ് എല്ലാ ഫെസിലിറ്റി കൊടുക്കാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ പറയേണ്ട പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ഇത്രയും സ്റ്റുഡൻസ്, ഏകദേശം ഒരു 2023 കണക്കനുസരിച്ച് 45 ബില്യൺ ഇന്ത്യൻ കറൻസി, അതായത് ഡോളറാണ് പുറത്തോട്ട് പോയിരിക്കുന്നത്. ആ വാല്യുവേഷൻ അപ്പോൾ 2026-27 ആകുമ്പോഴത്തേക്ക് അത് 75 ബില്യനാണ്. അപ്പൊ ചോദിക്കാവുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് ഇത്രമാത്രം ചെറുപ്പക്കാർ പുറത്തോട്ട് പോകുന്നത്? ഇത് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഗവൺമെന്റ് തന്നെ ഒരു ആൻസർ കൊടുക്കും, ഗവൺമെന്റ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഈ പറയുന്ന പ്രധാനം. കാരണം യങ്സ്റ്റേഴ്സിന്റെ കാര്യമാണ്, സ്റ്റുഡൻസിന്റെ കാര്യമാണ്, പുതിയ ജനറേഷന്റെ കാര്യമാണ്, തൊഴിലിന്റെ ഇഷ്യൂ ആണ്. അപ്പം സോഷ്യോ എക്കണോമിക് ഇഷ്യൂ, അതായത് എക്കണോമി സോഷ്യോളജി ഇഷ്യൂവിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ എംപ്ലോയ്മെന്റ് പറഞ്ഞു പോയി, ഒറ്റ വാക്കിൽ കർഷകന്റെ കാര്യം പറഞ്ഞു പോയി, ഒറ്റ വാക്കിൽ അഗ്നിവീറിന്റെ പൊട്ടത്തരം പറഞ്ഞിട്ട് പോയി, ഒറ്റ വാക്കിൽ അതേപോലെ തന്നെ MSPയുടെ കാര്യം പൊട്ടത്തരം പറഞ്ഞിട്ട് പോയി. പിന്നീട് ആ പ്രസംഗത്തിന്റെ വേറെ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും.
ഇപ്പൊ ഇന്ത്യയിലെ ലോക്സഭാ സ്പീക്കർ നമ്മൾക്ക് എല്ലാവരും അറിയാം. ലോക്സഭാ സ്പീക്കർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് നോമിനേറ്റഡ് ആയിട്ട് വന്ന് അവിടെ ഇലക്ഷൻ നടത്തിയാണ് കയറി വരുന്നത്. അപ്പം ഓം ബിർളയെ പറ്റിയുള്ള മനസ്സിലാക്കണം, അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ചെയറിലിരിക്കുമ്പോഴാണ് അൺബയസ്ഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ്. പക്ഷേ അദ്ദേഹത്തെ ഡയറക്റ്റ് ടാർഗറ്റ് എന്നോട് കൈ കൊടുക്കുമ്പം നേരെ നിന്ന് കൈ കൊടുത്തു, പ്രധാനം നിന്ന് കുനിഞ്ഞപ്പോൾ ആ ഒരു ടോൺ ലോക്സഭാ സ്പീക്കറിനെതിരെയൊക്കെ പറയുമ്പോൾ അത് വലിയ അരോചകമുണ്ടാകുന്ന സംഭവം. ഇതൊക്കെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ലോക്സഭ, ഇന്ത്യയുടെ ലോക്സഭ എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. നമ്മൾക്കവിടെ തർക്കിക്കാൻ, ജനാധിപത്യപരമായ ഡിബേറ്റ് നടത്താം, മറ്റ് പലതുമുണ്ട്, പല ബില്ലുകൾ, സംഭവങ്ങളൊക്കെ വരും. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണ്, ഒരു ബിലോ ആവറേജ് പ്രസംഗം മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയത്. അതിൻ്റെ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് അത് വളരെ പൂവറായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പ്രധാനപ്പെട്ട, ഞാൻ പല പാർലമെന്റും കണ്ടിട്ടുണ്ട്, നേരിട്ട് പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, പലതും ടെലിവിഷനിൽ കൂടെ കേട്ടിട്ടുണ്ട്. പാർലമെന്റിന്റെ ക്വാളിറ്റി, അതായത് ഇൻക്ലൂഡിങ് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പ്രധാനമന്ത്രിയുടെ വരെ സ്പീച്ചിന്റെ ക്വാളിറ്റി വളരെ ഡൗൺ ആയിപ്പോയി. അതായത് ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചു പലരോടും, എന്താണ് ഈ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ഇത്രമാത്രം പുറകിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ ചില ആൾക്കാരുടെ പേര് പറയാം. അപ്പം നേരത്തെ ഇന്ത്യൻ പാർലമെന്റ് അരുൺ ജെയ്റ്റ്ലി, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കപിൽ സിബൽ, അതേപോലെ ചിദംബരം, സുഷമ സ്വരാജ്, അതേ ചില ആന്ധ്ര നേതാക്കൾ, ചില തമിഴ്നാട് നേതാക്കൾ, കർണാടക നേതാക്കൾ, ബംഗാളിൽ നിന്നുള്ള ഇന്ദ്രജിത് ഗുപ്ത, സോംനാഥ് ചാറ്റർജി, ഇവരൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ഈ കൂടുതലും ഇന്ത്യയെ പറ്റിയുള്ള കൺസേൺ ആണ് ഓരോന്നും വരുന്നത്. ഇപ്പോൾ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഇഷ്യൂമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോരോന്നും അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ക്രാഫ്റ്റ് ചെയ്ത് ഓരോ പോയിന്റുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അപ്പൊ അങ്ങനെ പ്രസംഗിക്കാനുള്ളവരുടെ കഴിവ്, അതായത് 18ാം ലോക്സഭയിൽ ഈ പാർലമെന്റിൽ, കാരണം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും പലരുടെയും പ്രസംഗം കേട്ടിട്ട് പറയുക, ആ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ലാക്നെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പാർലമെന്റിൽ ഓരോ കാര്യങ്ങൾ, ഇന്ത്യയുടെ കാര്യങ്ങൾ, അത് ഇൻഡിവിജ്വൽ കാര്യങ്ങളല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റിയും കണ്ടന്റിൻ്റെ അതും വലിയ കുറവുണ്ടായിട്ടുണ്ട്. അതേപോലെ വലിയ വലിയ നേതാക്കൾ ഇല്ലാത്തതിൻ്റെ കുറവ് 18ാം പാർലമെന്റിന്റെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗത്തിൽ കാണാൻ പറ്റി. അതിന് മാറ്റം പിൻകാലങ്ങളിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.